ഓക്കെ, മോർണിംഗ്. നമ്മൾ ഇന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കാൻ പോണത്. ഞാൻ കുറച്ച് നോട്ട്സ് തരാം, അത് എഴുതിയതിനു ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം കേട്ടോ. എന്റെ കൂടെ എഴുതണേ. ക്യാഷ് ഫ്ലോയില് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ് കാണുക. അതൊരു സ്ഥാപനത്തില് ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തില് ഒരു വർഷത്തെ ക്യാഷ് ഇപ്പോ ഫോർ എക്സാമ്പിൾ 2014 നമ്മുടെ ക്യാഷ് ബാലൻസ്, ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. 2015 അത് 1.5 ലക്ഷമായി കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു വർഷം കൊണ്ട് 50,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഡിഫറൻസ്. ശരിയാണല്ലോ. തുടക്കത്തിൽ 1 ലക്ഷമാണ് ഉണ്ടായിരുന്നത്, വർഷം അവസാനമായപ്പോ നമ്മളടുത്ത് അത് 1.5 ലക്ഷം രൂപയായി മാറി. അപ്പൊ 50,000 രൂപ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഈ ഇൻക്രീസ് വരാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. കാരണം ഇത് നെറ്റ് എഫക്റ്റ് ആയിരിക്കാം. നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും, 1.5 ലക്ഷം രൂപ അതിൽ നിന്ന് ചെലവായിട്ടുണ്ടാവും. അങ്ങനെ ഇതിന്റെ നെറ്റ് എഫക്റ്റ് ആവാം ഇത്. 2 ലക്ഷം രൂപ നമ്മുടെ ഒരു വർഷം നമുക്ക് 2 ലക്ഷം ഇൻകം കിട്ടി, 1.5 ലക്ഷം അതിൽ ചെലവായിട്ട് പോയിട്ടുണ്ട്, ബാക്കി നമ്മുടെ അടുത്ത് 50,000 ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് 1 ലക്ഷത്തിന്റെ കൂടെ ആ 50,000 കൂടി കൂടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് 1.5 ഉള്ളത്. അപ്പൊ ഈ 50,000 പല വഴിക്ക് പോയിട്ടുണ്ടാവും. വരുമാനവും വന്നിട്ടുണ്ടാവും, അതേപോലെ ചെലവും ഉണ്ടാവും. അപ്പൊ അതിന്റെ നെറ്റ് എഫക്റ്റ് ആണ് ഈ 50. ഈ നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെറ്റ് എഫക്റ്റ് കാണണം. അതായത് ഇൻകം ഉണ്ടാവും, എക്സ്പെൻസും ഉണ്ടാവും, ഡെബിറ്റും ഉണ്ടാവും, ക്രെഡിറ്റും ഉണ്ടാവും. അതിന്റെ നെറ്റ് എഫക്റ്റ് വേണം ഓപ്പണിങ്ങിന്റെ കൂടെ കൂട്ടാൻ. അപ്പൊ അതിനാണ് രണ്ട് മെത്തേഡ് ഉള്ളത്. ഏതൊക്കെ? ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ക്യാഷ് ഫ്ലോ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും 8 to 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവർ ആയിട്ടും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിൽ ചോദിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ചോദിക്കാം. അപ്പൊ പഠിച്ചാൽ ഈ മാർക്ക് കിട്ടും. പരീക്ഷയ്ക്ക് നമുക്കിത് ശരിയാണോ അപ്പക്കപ്പോഴേ അറിയാൻ പറ്റും. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചെയ്തത് ശരിയാണോ ഇത് അറിയാൻ പറ്റും. കാരണം ക്യാഷ് ഫ്ലോ ടാലി ആവൂല ശരിയല്ലെങ്കിൽ. ശരിയാണെങ്കിൽ ടാലി ആവും. ടാലി ആയാൽ ഉറപ്പിക്കാം നമ്മൾ ചെയ്തത് ഓക്കെയാണ്. ഓക്കെ. ഇനി ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ, ഞാൻ ഫോർമാറ്റ് എഴുതി തരാം. ആ ഫോർമാറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മളെപ്പോഴും ക്യാഷ് ഫ്ലോ വരയ്ക്കുന്ന സമയത്ത് 3 കോളം വരക്കണം. എന്തിനാ 3 കോളം വരക്കണം എന്ന് പറയുന്നത്? ഒന്ന് പർട്ടിക്കുലേഴ്സ്, ഇത് ഇന്നർ കോളാണ്, ഇത് ഔട്ടർ കോളാണ്. എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിൽ ഡയറക്റ്റ് മെത്തേഡ് ആണ് ഫോർമാറ്റ് എഴുതുന്നത്. എ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതൊരു ഹെഡ് ആണ്. ഈ ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ ഐറ്റംസ് എഴുതേണ്ടത്. ഏതൊക്കെ ഐറ്റംസ് വരിക?
ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ ഒന്ന് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ലെസ് cash paid to supplier. Cash paid to supplier. Net effect will be cash generated from operation less income tax paid. ഇതിനെയാണ് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം. അത് ഇതുവരെയുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ ഇന്നർ കോളത്തിലാണ് എഴുതുക. ഈ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതും. ഡയറക്റ്റ് മെത്തേഡിന് ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. കാരണം ഇതേ ഫോർമാറ്റിലാവും എല്ലാ ക്വസ്റ്റിനും. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ എ കഴിഞ്ഞു. ബാക്കി ഇനി ബി പാർട്ട്. നെക്സ്റ്റ് ഹെഡിങ് cash flow from investing activity. Cash flow from investing activity, അതായത് രണ്ടാമത്തെ ഹെഡിങ്. ഇതിൽ വരിക രണ്ട് ഐറ്റം ആണ്. ഒന്ന് പർച്ചേസ് ഓഫ് അസറ്റും രണ്ട് സെയിൽ ഓഫ് അസറ്റും. പർച്ചേസ് ഓഫ് അസറ്റ് നമുക്ക് ക്യാഷ് കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അത് നെഗറ്റീവ് ഫിഗർ ആയിരിക്കും, ബ്രാക്കറ്റിൽ ഇടും. സെയിൽ ഓഫ് അസറ്റ് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക അസറ്റ് വിൽക്കുമ്പോൾ. അപ്പൊ അത് പോസിറ്റീവ് ഫിഗർ ആണ്. ഇതിന്റെ നെറ്റ് എഫക്റ്റ് ആണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ആ നെറ്റ് എഫക്റ്റിന് നമ്മൾ പറയാ നെറ്റ് ക്യാഷ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നെറ്റ് ക്യാഷ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ ഹെഡിങ്, ദാറ്റ് ഈസ് സി. ഹെഡിങ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. സ്ഥാപനത്തിന്റെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ വരിക സാധാരണയായിട്ട് വരിക ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ് പെയ്ഡ്, എക്സെട്ര എക്സെട്ര. ഇതിന്റെ നെറ്റ് എഫക്റ്റിനെ നെറ്റ് ക്യാഷ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയും. നെറ്റ് ക്യാഷ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് എ ഹെഡിന്റെ ടോട്ടൽ കിട്ടി, എ ഹെഡിന്റെ ടോട്ടൽ കിട്ടി, ബി ഹെഡിന്റെ ടോട്ടൽ കിട്ടി, സി ഹെഡിന്റെ ടോട്ടലും കിട്ടി. ഇത്രയും ഭാഗത്തിന്റെ നെറ്റ് എഫക്റ്റ്, ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി. ഈ മൂന്ന് ഹെഡുകളെയാണ് നമ്മൾ എന്ത് പറയാ, നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. നെറ്റ് എഫക്റ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ക്യാഷിലുള്ള നെറ്റ് ഇൻക്രീസ് ഇവിടെ അത് കിട്ടും. ആഡ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്
ഞാൻ പറഞ്ഞ നേരത്തെ എക്സാമ്പിളില് ഇത് 50,000 ആയിരുന്നു, അതായത് ഇൻക്രീസ്, നെറ്റ് ഇൻക്രീസ്. ഓപ്പണിങ് 1,00,000 ആയിരുന്നു. അത് ആഡ് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് കിട്ടൂലേ? 1.5 ആയിരുന്നില്ലേ നമ്മുടെ എക്സാമ്പിളിൽ ക്ലോസിംഗ്? അപ്പൊ ഇതിന്റെ നെറ്റ് എഫക്റ്റ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. അപ്പൊ പരീക്ഷക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ക്വസ്റ്റ്യന്? നമ്മളുടെ ഈ A+B+C ചെയ്യുമ്പോൾ അതേ ഫിഗർ കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചെയ്തത് ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷയ്ക്ക് ചെയ്യുന്നത് ശരിയാണോ എന്ന് ക്യാഷ് ഫ്ലോ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇത്രയും ഫോർമാറ്റ് നമ്മൾ എഴുതി. ഇതില് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫൈനാൻസിങ് ആക്ടിവിറ്റി, ഈ രണ്ട് ഹെഡ്, അതായത് ബി ഹെഡും സി ഹെഡും ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസം വരിക ഈ ഒരു ഭാഗം മാത്രമാണ്, ദാറ്റ് ഈസ് എ പാർട്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് മാത്രമേ എവിടെ വ്യത്യാസം വരുള്ളൂ? ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമുക്കിനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ, ഇതിപ്പോ ഡയറക്റ്റിലാണല്ലോ എഴുതിയത്, ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാന്ന് മനസ്സിലായാൽ മതിയല്ലോ. കാരണം ഇത് രണ്ടും അവിടെ സെയിം ആണ്, അതിനി എഴുതണ്ടല്ലോ. ഇവിടുന്ന് താഴത്തേക്കുള്ളതൊക്കെ സെയിം ആണ്, ഈ ഒരു ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് ക്യാഷ് ഫ്ലോ അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇതിലാവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഏതില്? ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാം. സെയിം ഫോർമാറ്റ് തന്നെയാണ്, 3 കോളം വേണം. പർട്ടിക്കുലേഴ്സ്, ഇന്നർ കോളം, ഔട്ടർ കോളം. ഞാൻ പറഞ്ഞു നമ്മൾ ഏത് വെച്ചിട്ട് തുടങ്ങും? നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് തുടങ്ങും, ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഫസ്റ്റ് ഐറ്റം നെറ്റ് പ്രോഫിറ്റ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ, ആഡ് ലെസ്, ഈ രണ്ട് ഐറ്റം ആണ് ചെയ്യാനുണ്ടാവുക, ആഡ് ഓർ ലെസ്. ആഡ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നോൺ ക്യാഷ് എക്സ്പെൻസ്, നോൺ ക്യാഷ് എക്സ്പെൻസ്. ഇതിങ്ങനെ എഴുതുന്നതിലാണ് നല്ലത്. ഞാൻ ഏതൊക്കെയാന്ന് പറഞ്ഞു തരാവും നല്ലത്. ഐറ്റംസ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അത് എഴുതിക്കോ. ഒന്ന് ഇൻക്രീസ് ഇൻ ജനറൽ റിസർവ്, ഇൻക്രീസ് ഇൻ ജനറൽ റിസർവ്. 2 ഡിപ്രിസിയേഷൻ. 3 പ്രൊവിഷൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. 4 ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. 5 പ്രീമിയം ഓൺ റിഡംഷൻ. 6 പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. 7 പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ്. 8 അസറ്റ്സ് റിട്ടൺ ഓഫ്, റിട്ടൺ ഓഫ് എക്സെട്ര. ഇതിന്റെ ലോജിക്ക്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്നുള്ള ലോജിക്ക് ഞാൻ പറയാം. അതായത് നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ക്യാഷ് ഫ്ലോ ആണ് കിട്ടേണ്ടത്, ക്യാഷിന്റെ ഫ്ലോ മാത്രം. സാധാരണഗതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്യാഷ് അല്ലാത്ത എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടാവും, ഡിപ്രിസിയേഷൻ പോലെ
പ്രൊവിഷൻസ് പോലെ ക്യാഷ് പേയ്മെന്റ് ഇല്ലാത്ത എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ശരിക്ക് നമ്മൾ ക്യാഷ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ആ എക്സ്പെൻസുകൾ എടുക്കാൻ പാടില്ല. ഡിപ്രിസിയേഷൻ ക്യാഷ് ആയിട്ട് പോയിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അത് എക്സ്പെൻസ് അല്ല, എക്സ്പെൻസ് ആണ്, അവർ ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ക്യാഷ് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടാത്തായിട്ടാണ്, അവര് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ആഡ് ബാക്ക് ചെയ്യും. ഡെബിറ്റ് ചെയ്തത് ഒഴിവാക്കും, സോ ആഡ് ബാക്ക് ചെയ്യും. അതേപോലെ വേറെ ഹെഡുകളിൽ വരുന്ന, അതായത് നമുക്ക് 3 ഹെഡാണുള്ളത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഈ 2 ആക്ടിവിറ്റിയിലും വരുന്ന വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് പി ആൻഡ് എൽ ഉണ്ടെങ്കിൽ, അത് നമ്മൾ ഒഴിവാക്കണം. കാരണം അത് ഓൾറെഡി ഇവിടെ വരും, ഇവിടെ നമ്മൾ അത് എടുക്കും. പിന്നെ ഇവിടെ അത് എടുക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ എടുത്താൽ എന്താ സംഭവിക്കുക, ഡബിൾ എഫക്റ്റ് വരും. സോ അതും നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അതും ആഡ് ബാക്ക് ചെയ്യേ അല്ലെങ്കിൽ ലെസ് ചെയ്യേ ഒക്കെ വേണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഫോർമാറ്റ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആണ് ഇവിടെ കിട്ടുന്ന എമൗണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചിന് മുന്നേ ഉള്ള എമൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആഡും ലെസ്സും വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യണം. അതായത് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആഡ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ലെസ് ചെയ്യണം. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ഇൻക്രീസ് ഇൻ, ഇത് ലെസ് ചെയ്യുമ്പോൾ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബിഫോർ ടാക്സ് കിട്ടും. ക്യാഷ് ബിഫോർ ടാക്സ്. ദെൻ അതിൽ നിന്ന് നമ്മൾ ടാക്സ് പെയ്ഡ് കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇത് കിട്ടാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അതായത് ഹെഡ് എന്റെ ടോട്ടൽ. ബാക്കി നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ എഴുതിയ പോലെ ഹെഡ് ബി, ഹെഡ് സി, എ പ്ലസ് ബി പ്ലസ് സി, അതിന്റെ നെറ്റ് കാണും, ഓപ്പണിംഗിന്റെ ഒപ്പം ആഡ് ചെയ്താൽ ക്ലോസിംഗ് കിട്ടും, സെയിം ആണ്. പക്ഷെ ഇത്രയും ചെയ്യാനുണ്ട് ഇൻഡയറക്റ്റില്. ഇത് ഏറെക്കുറെ ഫുൾ ഫോർമാറ്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. ഇതും കൂടി എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഇത്രയും ലെങ്ത് ഒക്കെ ഒരു 1-2 പ്രോബ്ലം നമ്മൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സംഗതികൾ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും വരാനുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 18. ഇതാണ് ക്വസ്റ്റ്യൻ. ക്യാഷ് ഫ്ലോന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ വളരെ കുറവാണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. പരീക്ഷക്ക് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ഫ്ലോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. കാരണം അത് ടാലി ആയിട്ടില്ലെങ്കിൽ ശരി അല്ല, തെറ്റാണ്. അപ്പൊ നമ്മൾ പരമാവധി ടാലി ആക്കാൻ നോക്കും. ആ കഴിവ് നമുക്കുണ്ടല്ലോ. ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും എത്തിക്കുമല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് അതിന് നിന്ന് കഴിഞ്ഞാൽ ആദ്യം ക്യാഷ് ഫ്ലോനെ എഴുതി തുടങ്ങിയാൽ ഉള്ള സമയം മുഴുവൻ ഇതിന് പോകും. കാരണം നമ്മൾ ടാലിയാക്കാൻ നിൽക്കും. ഏറ്റവും ലാസ്റ്റ് ഇതിന് സമയം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഉള്ള സമയം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കും. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 18.
From the information contained in income statement of and balance sheet of A Limited, prepare cash flow. Cash flow ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് സെയിൽസ് ഇത് തരുമ്പോ തന്നെ അറിയാം സെയിൽസിന്റെ ബേസിസിലാണെങ്കിൽ ഇത് ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും. സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, സാലറി, വേജ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നോൺ റിക്കറിംഗ് ഇൻകം, മൊത്തം ഇത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്. റിട്ടേൺഡ് ഏർണിങ്സ് ആൻഡ് പ്രോഫിറ്റ് ഫോർ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, ഇതിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് മൊത്തം ഇത്ര പ്രോഫിറ്റ് ഉണ്ട്. ഡിവിഡൻഡ് ഡിക്ലെയർഡ്, അതിൽ നിന്ന് ഇത്രയും ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്, ബാക്കി ഇത്ര പ്രോഫിറ്റ് അവിടെ ബാലൻസ് ഉണ്ട്. ഇത് ഈ വർഷത്തെ പ്രോഫിറ്റ്, ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, രണ്ടും കൂടി കൂട്ടി ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡിവിഡൻഡ്, ആ പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുത്തു, ബാക്കി അവിടെ 16,38,000 അവിടെ ബാലൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ് ഫിക്സഡ് അസറ്റ്, ലാൻഡും ബിൽഡിങ്ങും, കറണ്ട് അസറ്റ്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, അഡ്വാൻസസ്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ, സർപ്ലസ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ്, ഓക്കെ ഒക്കെ തന്നിട്ടുണ്ട്. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ വാസ് 7,20,000. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ക്വസ്റ്റ്യനിൽ തരൂല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം ഏത് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഫോർമാറ്റ് എഴുതിയപ്പോ എന്താ എഴുതിയത്? ഒന്ന് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, അതിൽ നിന്ന് ലെസ് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്. ഇത് കുറച്ചു കഴിഞ്ഞാലാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്ത് കിട്ടിയത്? ക്യാഷ് ജനറേറ്റഡ്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഇതായിരുന്നല്ലോ നമ്മുടെ ഹെഡ് എ. ഏത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതിൽ നിന്ന് ലെസ് ടാക്സ്. ഇതാണ് എ പാർട്ടിന്റെ നെറ്റ് ടോട്ടൽ കിട്ടേണ്ടത്. അതായത് ക്യാഷ് ഫ്ലോ ഫ്രം, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതായിരുന്നു നമ്മുടെ ഫോർമാറ്റ്, ഡയറക്റ്റ് മെത്തേഡ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടിയ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർമാറ്റ് വരച്ചു വെക്കുക എന്നുള്ളതാണ്. ഏതിന്റെ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കാരണം ഇതിൽക്കുള്ള ഓരോന്നും നമ്മൾ ഇനി കണ്ടുപിടിച്ചാൽ മതി, എന്നാൽ അത് സോൾവ് ആവും. അപ്പൊ ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് എ ഹെഡ് തീർക്കാം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തീർക്കാം. ഫസ്റ്റത്തെ ഐറ്റം എന്താ? ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ. കസ്റ്റമർ അടുത്ത് എത്ര ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നമുക്ക് സെയില് നടത്തുമ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പൈസ കിട്ടും, ശരിയാണ്. 25,20,000 റുപ്യക്ക് ഐറ്റംസ് വിറ്റിട്ടുണ്ട്, നമുക്ക് ക്യാഷ് കിട്ടും. അപ്പൊ എത്രയും പൈസ കിട്ടിയിട്ടുണ്ടാവും. എത്രയും പൈസ? 25,20,000 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ക്യാഷ് ആയിട്ട് കിട്ടുന്ന സെയിലിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് 2015 16,80,000 രൂപ ഉണ്ടായിരുന്നു. അത് നമുക്ക് പൈസ കിട്ടാനുള്ളത്. അത് 18,60,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. 2016 ആയപ്പോ 18,60,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഡെപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട്, പൈസ തരാനുള്ളവർ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റിനാണ് വിറ്റത്. അപ്പൊ ഈ മൊത്തം സെയിലില് ക്യാഷ് സെയില് മാത്രല്ല, എന്തും കൂടി ഉണ്ട്, ക്രെഡിറ്റ് സെയിലും കൂടി ഉണ്ട്. അതുണ്ട് എന്ന് തോന്നാനുള്ള കാരണം എന്താ? തുടക്കത്തില്, വർഷത്തിന്റെ തുടക്കത്തില് 16,80,000 കിട്ടാനുള്ളായിരുന്നു. വർഷം അവസാനിച്ചപ്പോ 18,60,000 കിട്ടാണ്ട്. എന്ന് പറഞ്ഞാൽ 18,60,000 മൈനസ് 16,80,000 എത്ര വരിക? 18,60,000 മൈനസ് ഏകദേശം 1,20,000
80,000 രൂപ എക്സ്ട്രാ ഈ വർഷം കടത്തിന് വിറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം. ഇത് തുടക്കത്തിലായിരുന്നു, ഈ വർഷത്തെ കടവും കൂടി കൂട്ടി ഇപ്പൊ എത്രയാണ് കടം കിട്ടാനുള്ളത്. അപ്പൊ 1.80 നമ്മൾ കടത്തിനാണ് വിറ്റത്. അപ്പൊ ഈ സെയിലില് 1.80 കടാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ക്യാഷിന് വിറ്റത് എത്രയാവും? 25,20,000 മൈനസ് 1,80,000. 1.80 തന്നെയാണോ അതിന്റെ നെറ്റ് എഫക്റ്റ്? മറ്റേ എത്ര? 2,52,00,000 മൈനസ് 1,80,000. യെസ്, ഇതിന്റെ ആൻസർ വരിക 2,50,20,000. ഇതാണ് നമ്മുടെ ക്യാഷ് സെയില്. ഇപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഇപ്പൊ നമുക്ക് കിട്ടി എത്ര? 2,50,20,000. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചത്? സെയിൽസ് മൈനസ് ക്രെഡിറ്റ് സെയില്. ഈ ക്രെഡിറ്റ് സെയിൽ എങ്ങനെയാ നമ്മൾ കണ്ടത്? ഡെപ്റ്റേഴ്സിന്റെ ചേഞ്ച് നോക്കിയിട്ട് മനസ്സിലാക്കി. ലോജിക്കലി ആലോചിച്ചാൽ മതി, നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട കേസ് അല്ല. സെയിൽസ് ഉണ്ട്, മൊത്തം സെയിൽ ഉണ്ട്, അതിൽ ക്യാഷ് സെയിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് ഫ്ലോക്ക് ആവശ്യം. അപ്പൊ ക്രെഡിറ്റ് സെയിൽ അറിയണം. ക്രെഡിറ്റ് സെയിൽ അറിയണമെങ്കിൽ ഡെപ്റ്റേഴ്സ് നോക്കിയാൽ എത്രയാണ് ക്രെഡിറ്റ് സെയിൽ എന്ന് അറിയാം. ഈ വർഷത്തെ ക്രെഡിറ്റ് സെയിൽ ഇത്രയാണ് കൂടിയത് നമുക്ക് മനസ്സിലായി. ഇതാണ് ക്രെഡിറ്റ് സെയിൽ. അത് മൊത്തം സെയിലിൽ നിന്ന് കുറച്ചാൽ ക്യാഷ് സെയിൽ കിട്ടും. അത് നമ്മൾ ഇവിടെ റെസീപ്റ്റ് ആക്കി എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി ഒന്നാമത്തത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് പെയ്ഡ് ടു സപ്ലയർ കിട്ടണം. എന്നിട്ട് അത് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ക്യാഷ് പെയ്ഡ് ടു സപ്ലയർ. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു സപ്ലയർ. സപ്ലയർക്ക് മാത്രമല്ല, ആൻഡ് എംപ്ലോയി. മൊത്തം ക്യാഷ് എത്ര നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഇതാണ് അറിയേണ്ടത്. മൊത്തം റെസീപ്റ്റ് നമ്മൾ എഴുതി, ഇനി മൊത്തം കോസ്റ്റ് എത്രയെന്ന് എഴുതണം. ക്വസ്റ്റ്യനില് ഇവിടെ നോക്കി, ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്. ക്യാഷ് കോസ്റ്റ്, ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും ചെലവ് നമുക്കുണ്ട്, ഈ ചെലവ് നമ്മൾ പൈസ ആയിട്ട് കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്യാഷ് കോസ്റ്റ് ആയി വന്നത്. അപ്പൊ ഒന്ന് ഇതാണ്, ഇതൊരു ചെലവാണ്. ഇനിയോ, ഇത് കൂടാതെ വേറെ എന്തൊക്കെയാ ചെലവുള്ളത്? അടുത്തത് ഡിപ്രിസിയേഷൻ ആണ്. അത് ക്യാഷ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഡിപ്രിസിയേഷൻ ചെലവാണ്, പക്ഷെ ക്യാഷ് അല്ലാത്തതുകൊണ്ട്, ക്യാഷ് ആയിട്ടുള്ള ചെലവല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. സാലറി ആൻഡ് വേജസ് ചെലവാണല്ലോ, ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈ സാലറി, വേജ് എന്നൊക്കെ പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതല്ലേ? ആണ്. അപ്പൊ ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചെലവ്. അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചെലവാണ്. ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അത് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. 3 ഓപ്പറേഷൻ. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് ക്യാഷ് ഐറ്റം അല്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഡിപ്രിസിയേഷൻ നമ്മൾ എടുത്തില്ല, പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ എടുത്തില്ല. ഇനിയോ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല. ദെൻ ഇവിടെ അങ്ങനെ നോക്കുകയാണ്, ഡിവിഡൻഡ്. നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്, ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതില് നോൺ റിക്കറിങ് ഇൻകം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ് ആണ്. നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരാത്ത ഐറ്റാണ്. ഓപ്പറേഷൻ ഇത് വേറെ ഹെഡിൽ വരേണ്ടതാണ്. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റിംഗ് ഹെഡിൽ വരേണ്ടതാണ്. പിന്നുള്ളത് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതൊന്നും നമ്മുടെ ബാധിക്കില്ല. ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് പെയ്ഡ് ഏത് ആക്ടിവിറ്റിയില? ഫൈനാൻസിങ് ആക്ടിവിറ്റിയില്. ഷെയർ ഇഷ്യൂ ചെയ്യുക, ഡിവിഡൻഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടല്ല വരുന്നത്. അതൊന്നും നമുക്ക് എടുക്കണ്ട. ഇനി നമ്മൾ നോക്കേണ്ടത് വേറെ എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടോ, പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പേയ്മെന്റ്
ഉണ്ട്. എങ്ങനെ മനസ്സിലാവും? ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ളവര്. തുടക്കത്തില് 24 ലക്ഷമായിരുന്നു കൊടുക്കാണ്ടായിരുന്നത്. വർഷം അവസാനിച്ചപ്പോ 23,40,000 കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് 60,000 രൂപ നമ്മൾ അവർക്ക് പൈസ കൊടുത്തു. അത് കൊടുത്തത് കൊണ്ടാണ് 24 ലക്ഷം കൊടുക്കാനുള്ളത് 23,40,000 ആയിട്ട് കുറഞ്ഞത്. മൊത്തം 24 ലക്ഷം കൊടുക്കാണ്ടായിരുന്നു. വർഷം അവസാനിച്ചപ്പോ 23,40,000 ബാലൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ 60,000 നമ്മൾ അവർക്ക് പൈസ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു എക്സ്പെൻസ് ആണ്. ക്യാഷ് പെയ്ഡ് ആണ്, ക്യാഷ് എക്സ്പെൻസ് ആണ്. നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് ഐറ്റംസ് ആണ് നോക്കുന്നത്, ഡേ ടു ഡേ അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. യെസ്, അടുത്തൊരു ഐറ്റം ഇതാ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഐറ്റം ആണല്ലോ. ആണ് 2,40,000 ആയിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. പക്ഷെ അവസാനമായപ്പോ അത് 4,80,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. കുറഞ്ഞേക്കല്ല, കൂടിയേക്കാണ്. അത് 2,40 നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അത് 4,80 ആയിട്ട് കൂടി എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് 2,40 വീണ്ടും നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്ലസ് അല്ല വരെ, മൈനസ് ആണ്. കാരണം പൈസ ആയിട്ട് പോയിട്ടില്ല. 2,40 ഉള്ളത് 4,80 ആവുകയാണ് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ്. ഇനിയോ അടുത്ത ഐറ്റം, വേറെ എന്തെങ്കിലും ഐറ്റം. ഇൻകം ടാക്സ് പേയബിൾ ഉണ്ട്, അത് നമുക്ക് ഓപ്പറേറ്റിംഗിൽ ടാക്സ് പെയ്ഡിൽ കാണണം. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടാത്ത ഐറ്റം. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉണ്ട്, അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധമുള്ളതല്ല. ഇനി അസറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് കറണ്ട് അസറ്റ് എന്തെങ്കിലും. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കറണ്ട് അസറ്റ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ക്യാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് അതും കൺസിഡർ ചെയ്യണ്ട. പിന്നെ രണ്ടെണ്ണം ഉള്ളത് സ്റ്റോക്കും അഡ്വാൻസും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റോക്ക് 26,40,000 ഉണ്ടായിരുന്നു. സ്റ്റോക്ക് 2015 ഓപ്പണിംഗ് സ്റ്റോക്ക് 26,40,000 ഉണ്ടായിരുന്നു. അത് ക്ലോസിംഗ് ആയപ്പോ 9,60,000 ആയിട്ട് കുറഞ്ഞു. 26,40,000 ആയിരുന്നു സ്റ്റോക്ക്. ഇപ്പൊ ഡിക്രീസ് ആണ്. ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നിങ്ങൾക്ക് എളുപ്പമുണ്ട് പഠിക്കാൻ. ഒക്കെ ഫോളോ ചെയ്താൽ മതി. കറണ്ട് അസറ്റ് ഡിക്രീസും കറണ്ട് ലയബിലിറ്റി ഇൻക്രീസും ആണെങ്കിൽ പ്ലസ് ചെയ്യണം. ഒരു മിനിറ്റ്. ഇതില് കറണ്ട് അസറ്റ് ഡിക്രീസും കറണ്ട് ലയബിലിറ്റി ഇൻക്രീസും ആണെങ്കിൽ അത് നമ്മൾ പ്ലസ് ചെയ്യണം, മറ്റേതാണെങ്കിൽ മൈനസ് ചെയ്യണം. ഇതാണ് റൂള്. ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലോജിക്കലി ആലോചിച്ചാലും മതി. എങ്ങനെ? ഇപ്പൊ സ്റ്റോക്ക് 26,40,000 ആണ് ഓപ്പണിംഗ്. ലാസ്റ്റ് 9,60,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൈസ ഇത് പ്ലസ് ചെയ്യാനാണോ മൈനസ് ചെയ്യാനാണോ? മൈനസ് ചെയ്യാനാണ്. കാരണം എന്താ? തുടക്കത്തിൽ 26,40,000 നമ്മുടെ സ്റ്റോക്ക് കയ്യിലുണ്ടായിരുന്നു, അത് 9,60,000 എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റോക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര കുറച്ച് പൈസ നമ്മൾ കൊടുക്കാനുണ്ടാവുള്ളൂ. അതേപോലെ അഡ്വാൻസസും ഉണ്ട്. 78,000 ഉള്ളത് 90,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടണം. അതിന്റെ ഡിഫറൻസ് നെറ്റ് എഫക്റ്റ് ആഡ് ചെയ്യണം. ഒന്നുകിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തത് കോസ്റ്റ്
ഇത് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സാലറി ആൻഡ് വേജസ്. ഇത്രയും ആയിട്ടാണ് നമ്മളവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിയത്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കൂടാതെ ഉള്ളത് പിന്നെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. ഇത് നോക്കി, കറണ്ട് ലയബിലിറ്റിന്റെ ബിഗിനിങ്, കറണ്ട് ലയബിലിറ്റികളുടെ ബിഗിനിങ്, ഓപ്പണിങ്, അസറ്റുകളുടെ എൻഡ്, അസറ്റുകളുടെ എൻഡ്, ഇത് ആഡ് ചെയ്യണം. ലെസ് കറണ്ട് ലയബിലിറ്റികളുടെ എൻഡ്, അസറ്റുകളുടെ ഓപ്പണിങ്. ഇങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് തെറ്റാതെ എഴുതാം. കറണ്ട് ലയബിലിറ്റി ബിഗിനിങ്, അസറ്റ് എൻഡ്, അത് കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ മൈനസ് കറണ്ട് ലയബിലിറ്റി എൻഡ്, അസറ്റ് ഓപ്പണിങ്. അപ്പൊ നമ്മളവിടെ നെറ്റ് കണ്ടത് അവരിവിടെ കാണും, ഉണ്ടോ? 60,000 ആഡ് ചെയ്യണതിന് തുല്യാണ് ഇത്. 24 ലക്ഷം ആഡ് ചെയ്ത് 23,40,000 ലെസ് ചെയ്യണത് 60,000 നെറ്റ് എഫക്ട് ആഡ് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ നിങ്ങള് ഈ മെത്തേഡ് പഠിച്ചാൽ കൺഫ്യൂഷൻ തീരും എനിക്ക് തോന്നുന്നു. എങ്ങനെ? ഇത് എവിടെയെങ്കിലും എഴുതി വെക്ക്. ഈ കറണ്ട് ലയബിലിറ്റി ബിഗിനിങ്, അസറ്റ് എൻഡ് പ്ലസ് ചെയ്യണം, മൈനസ് കറണ്ട് ലയബിലിറ്റി എൻഡ്, അസറ്റ് ഓപ്പണിങ്. ഇത് പ്ലസും മൈനസും ആണെന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെക്കും, നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ നെറ്റ് എഫക്ട് നമുക്ക് ഇത് കിട്ടും. എന്ത്? ഇതിന്റെ കൂടെ ഇത് ആഡ് ചെയ്ത് ഇത് ലെസ് ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ട് കിട്ടും. 2,11,52,000.